അപ്പോൾ നമ്മൾ ഈ പാഠത്തിന്റെ സെക്കൻഡ് പാർട്ടിലേക്ക് പോവാണ്. ഹാഫ് കഴിഞ്ഞുള്ളായിരുന്നു. दिलीप सोच रहा था मनुष्य के बिना भी संसार कितना व्यस्त और रोचक है. അപ്പോൾ ദിലീപ് ആലോചിക്കുമായിരുന്നു, മനുഷ്യൻ ഇല്ലല്ലോ രാത്രി നടന്നു വരുമ്പോ, എന്നിട്ടും ലോകം എന്തോരം ബിസിയാണെന്നും രോചക്കാണെന്നും. വ്യസ്ത रोचक है, अट्रैक्टिव है, ब्यूटीफुल. कुछ कदम आगे बढ़ने पर सड़क किनारे नींबू के वृक्ष की छाया में कोई श्वेत सी चीज दिखाई दी. कुछ दूर, कुछ कदम आगे बढ़ने पर, കുറച്ച് കദം എന്ന് പറയുമ്പോൾ കുറച്ച് സ്റ്റെപ്സും കൂടി മുന്നോട്ട് പോയിപ്പോ സടക് കിനാരെ, സടക്കിന്റെ സൈഡിലായിട്ട് എന്ന് പറയുമ്പോൾ റോഡിന്റെ സൈഡിലായിട്ട്, നീമ്പൂന്റെ ഒരു വൃക്ഷി ഛായ, നീമ്പൂന്റെ ഒരു വൃക്ഷത്തിന്റെ അടിയിലായിട്ട് कोई श्वेत सी चीज दिखाई हुई, ഒരു श्वेत सी चीज दिखाई दी എന്ന് പറയുമ്പോൾ ഇവിടുത്തെ എന്തോ ഒരു സാധനം കണ്ടു. कुछ और बढ़ने पर मालूम हुआ कोई छोटा सा लड़का सफेद कुर्ता पैजामा पहने एक थाली सामने रखे कुछ बेच रहा है. അപ്പോൾ കുറച്ചും കൂടി മുമ്പോട്ട് പോയപ്പോൾ മനസ്സിലായി, एक छोटा सा लड़का, ഒരു ചെറിയ ചെറുക്കൻ, लड़का सफेद कुर्ता पैजामा पहने, ഒരു വൈറ്റ് കുർത്തിയും പൈജാമ ഇട്ടിട്ട്, एक थाली में कुछ सामान बेच रहा, थाली लेंदो साने विकुवन. बचपन में गली मोहल्ले के लड़कों के साथ उसने अक्सर खुमचे वाले से सौदा खरीद कर खाया था. अब वह उन बातों को भूल चुका था. परंतु इस सर्दी में सुनसान सड़क पर जब कोई आने जाने वाला नहीं, यहाँ खोमचा बेचने वाला कैसे बैठा है. അപ്പൊ പെട്ടെന്ന് ഈ കുട്ടി बचपन के गलियों की वही പണ്ട് ചെറുപ്പകാലത്ത് लड़कों के साथ अक्सर खोमचा बेचने वाले के सौदा खरीद कर खाया था. അപ്പൊ ഈ സാധനം വാങ്ങിച്ച് പണ്ടൊക്കെ ഇങ്ങനെ തർക്കിച്ച്, സോദ കർണെന്ന് പറഞ്ഞ വില പേശിയും കൂട്ടിയാക്കി വാങ്ങിച്ച് പണ്ടത്തെ ഒരു ഓർമ്മ ഉണ്ടായിരുന്നു. അവ ഇൻ ബാത്തൊക്കെ ഭൂൽ ചുക്കത. പക്ഷെ ഇപ്പൊ കുറെ നാൾ ഇങ്ങനെ മറന്നുപോയായിരുന്നു. പക്ഷെ പെട്ടെന്ന് ഈ തണുത്ത സുൻസാൻ സടക്കിൽ, സർദിക്ക് സുൻസാൻ സടക്ക്, തണുത്ത സുൻസാനായിട്ട് ഒരു സൈലന്റ് ആയിട്ടുള്ള ഈ റൂട്ടിൽ നടന്നു വന്നിട്ട് ഈ ഇങ്ങനെ ആളെ ഇങ്ങനെ കാണുമ്പോൾ പിന്നെ അവനത് ഓർമ്മ വരും. खोमचे वाले के शुद्ध शरीर और आयु ने भी उसका ध्यान आकर्षित किया. उसने देखा रात में सौदा बेचने निकलने वाला इस सौदागर के पास मिट्टी के तेल की डिबरी तक नहीं है. അപ്പം ഈ പെട്ടെന്ന് ഇയാൾ ആലോചിക്കും, ഈ വിറ്റോണ്ടിരിക്കുന്ന ആളുടെ ശരീരവും പ്രായവും ഇതെല്ലാം അവനെ ആകർഷിക്കും. അവൻ നോക്കിയപ്പോ രാത്രി ഈ കച്ചവടത്തിന് വന്നിരിക്കുന്ന ഈ ഇത് അവന്റെ കയ്യിൽ, ഈ സോദാഗർ എന്ന് പറയുമ്പോൾ കച്ചവടത്തിന് വരുന്ന ആൾക്കാരെ പറയുന്നത് സോദാഗർ. അപ്പൊ ഈ സോദാഗറിന്റെ കയ്യിൽ മിട്ടിക്ക തേൽക്ക ഡിബ്രി തക്കണി. അപ്പൊ ഒരു മണ്ണെണ്ണ വിളക്ക് വരെ ഇല്ല. മിട്ടിക്ക തേൽക്ക് ഡിബ്രി എന്ന് പറയുമ്പോ മണ്ണെണ്ണ വിളക്കിനെ പറഞ്ഞു, അങ്ങനത്തെ ഒരു ഇതുവരെ ഇല്ലെന്ന്. സമീപ് ആക്കർ ഉസ്നെ ദേഖ വാ ലടക്ക സർദ് ഹവാമേ സിക്കുടുക്കാർ ബെഠാ ഹെ. അടുത്തെത്തിയപ്പോ നോക്കിയപ്പോ ആ ചെറുക്കൻ തണുത്ത കാറ്റിൽ ഇങ്ങനെ ചുരുണ്ടുകൂടി ഇരിക്കുവാന്ന്. സിക്കുടുക്കെ പെട്ടെന്ന് തണുപ്പടിച്ചിട്ട് നമ്മൾ ചുരുണ്ടുകൂടി ഇരിക്കും. ദിലീപ് के समीप आने पर उसने आशा की एक निगाह उसकी ओर डाली और फिर आंखें झुका ली. ഈ ദിലീപിന്റെ അടുത്തേക്കോ അവനൊരു സന്തോഷം തോന്നി, ചിലപ്പോൾ വാങ്ങിക്കാൻ വന്നതാവുന്നു. പിന്നെ ആഖെ झुका ली, കണ്ണ് താഴോട്ടാക്കി. ദിലീപ് ने और ध्यान से देखा. അപ്പൊ ദിലീപ് കുറച്ചും കൂടി ശ്രദ്ധിച്ചു നോക്കി. ലടക്കേക്ക് മുഖ് പർ, ചെറുക്കന്റെ മുഖത്ത് കൊംച ബേച്ചനെ വാലയുടെ ചതുർത്ത ഇല്ലായിരുന്നു. ബൽക്കി ഉസ്കി ജഗ തിയെ കാത്തർത്ത. അപ്പൊ ആ ഒരു കച്ചവടക്കാരൊക്കെ ഒരു സാമർഥ്യമോ അല്ലെങ്കിൽ ഒരു ക്ലെവർനെസ് ഒന്നും ഉണ്ടായിരുന്നില്ല അവന്റെ മുഖത്ത്. ഒരു സിംപ്ലിസിറ്റി, ഒരു പാവ. ഉസ്കി थाली में खोमचे का थाल ना होकर घरेलू व्यवहार की एक मामूली हल्की മുറാദാബാദി थाली थी. അപ്പൊ അവന്റെ കയ്യിൽ അതൊന്നും അല്ലായിരുന്നു. ഇവരടുത്ത് എന്ന് നോക്കിയപ്പോഴാണ് അവന്റെ थालीയില് എന്തായിരുന്നു, घरेलू व्यवहार की एक मामूली हल्की मुरादाबादी थाली थी. तराजू भी ना थी. थाली में कागज के 8 टुकड़ों पर पकौड़े को बराबर बराबर ढेरियों लगाकर रख दी थी. അപ്പൊ അവന്റെ നോക്കിയപ്പോ ഒരു മുറാദാബാദി थाली ആയിരുന്നു.
ഇവൻ അടുത്ത് നിന്ന് നോക്കിയപ്പോൾ ഒരു വലിയൊരു പ്ലേറ്റ് ആയിരുന്നു. തരാജു ഒന്നും ഇല്ലായിരുന്നു. തരാജു എന്ന് പറഞ്ഞാൽ ഈ തൂക്കി നോക്കുന്ന സാധനം, വെയിങ് മെഷീൻ പോലത്തെ, അതൊന്നും അവന്റെ കയ്യിൽ ഇല്ലായിരുന്നു. എന്തായിരുന്നു, താലിമേ കാഗസ് കെ 8 ടുകടെ, കടലാസിന്റെ 8 കഷ്ണങ്ങൾ ഇങ്ങനെ പക്കോട പർ പക്കോട ആണെന്നു ഇവന്റെ താലിയില് ഈ 8 കടലാസിൽ ഇങ്ങനെ, ഈ കടലാസ് പൊതിയിൽ ഇങ്ങനെ പക്കോട പൊതിഞ്ഞ് വെച്ചേക്കുമായിരുന്നു. ദിലീപ് ने सोचा इस ठंडी रात में घर में 2 व्यक्ति बाहर है. वह उसके पास जाकर ठिठक गया. मनुष्य में कितना भेद होता है, परंतु मनुष्यत्व का एक चीज है जो कभी भी भेद की सब दीवारों को लांग लेता है. दिलीप ने सोचा इस ठंडी रात में हम ही दोनों व्यक्ति बाहर ही തണുത്ത രാത്രിയിൽ ഞങ്ങൾ രണ്ടുപേരും പുറത്തുള്ളൂ. അപ്പൊ വ ഉസ്കെ പാസ് ജാക്കർ ഠിഠക് ഗയ. അപ്പൊ അവിടെ ചെന്ന് അവന്റെ അടുത്തേക്ക് ചെന്നിട്ട് അവിടെ നിന്ന് മനുഷ്യ में कितना भेद होता है, परंतु മനുഷ്യത്വ एक चीज है जो कभी कभी भेद की सब दीवारें. അപ്പൊ മനുഷ്യനിൽ ഭയങ്കര വ്യത്യാസങ്ങളുണ്ട്. എല്ലാ മനുഷ്യരായിട്ട് പല വ്യത്യാസങ്ങളും ഉണ്ട്. പക്ഷെ നമ്മുടെ അകത്ത് ഒരു ഹ്യൂമാനിറ്റി ഉണ്ട്, ഒരു മനുഷ്യത്വം ഉണ്ട്. അതാണ് നമ്മളതിനെ എല്ലാം ക്രോസ് ചെയ്തിട്ട് നമ്മൾ ചിലപ്പോൾ ചിന്തിക്കുന്നത്. ദിലീപ് കോ സമീപ് ഖടേ ഹോത്തെ ദേഖ് ലड़के ने कहा एक एक पैसे से एक एक ढेरी. അപ്പോൾ ദിലീപിനെ സമീപ് എന്ന് പറയുമ്പോൾ അടുത്ത് നിൽക്കണ കണ്ടിട്ട് ഖടേ ഹോത്തെ ദേഖ് ആ കൊച്ചു ചെറുക്കൻ പറഞ്ഞു ഏക് ഏക് പൈസ, ഒരു പൈസക്കാണ് ഒരു ഡേരി എന്ന് പറയും, അപ്പൊ ഒരു പൊതി എന്ന് പറയും. ഏക് ക്ഷൺ ചുപ് രഹനെ ദിലീപ്, സബ്കെ കിത്തനെ പൈസെ, എല്ലാത്തിനും എത്രയാ ചോദിക്കും. ഒരു മിനിറ്റ്, ഏക് ക്ഷൺ ചുപ് രഹ ദിലീപ് ഒരു മിനിറ്റ് മിണ്ടാതെ ഇരുന്നിട്ട് പിന്നെ ദിലീപ് ചോദിക്കും സബ്കെ കിത്തനെ പൈസ, എല്ലാത്തിനും എത്രയും. बच्चे ने उंगली से डेरियों को गिनकर जवाब दिया 8 पैसे, 8 പൈസ എന്ന് പറയും. ബച്ചേനെ ഉംഗുലിയോ സെ, അപ്പൊ ആ കുട്ടി വിരലുകൊണ്ട് ഇങ്ങനെ എണ്ണി നോക്കി എത്ര കള്ളാസ്പതി ഉണ്ടെന്ന്. അപ്പൊ ढेरियो എന്ന് പറയണം. അപ്പൊ 8 गिनकर जवाब दिया 8 पैसे, 8 പൈസ. അപ്പൊ 8 കള്ളാസ്പതി ഉണ്ടായിരുന്നു. ദിലീപ് ने केवल बात बढ़ाने के लिए पूछा कुछ कम नहीं लेगा. വെറുതെ ഇങ്ങനെ ഒരു ചുമ്മാ തമാശക്ക് എന്ന് ചോദിച്ചു, കുറച്ച് തരുമോ ചോദിക്കും. സോദാ बिक जाने की आशा से जो प्रफुल्लता बालक के चेहरे पे आ गई, वह दिलीप के इस प्रश्न से उड़ गई. उसने उत्तर दिया മാ ബിഗടേഗി. അപ്പോ ഈ കച്ചവടം നടന്നതിന്റെ സന്തോഷം പെട്ടെന്ന് അവന്റെ മുഖത്തു നിന്ന് അങ്ങ് ബാലക്കെ ചെഹരെ പർ ആ ഗയി തീ. ഒരു സന്തോഷമായിരുന്നു, ഇതെല്ലാം കൂടി ഇവ വാങ്ങിക്കും എന്നുള്ള ഒരു സന്തോഷം എന്റെ മുഖത്ത് വന്നായിരുന്നു. പക്ഷെ ഈ ചോദ്യം കേട്ടപ്പോ നീ കുറച്ച് കുറയ്ക്കുമെന്ന്, വില കുറയ്ക്കുമെന്ന് കേട്ടപ്പോഴേക്കും അവന്റെ മുഖം അങ്ങ് വാടിപ്പോയി. ഉസ്കാ ചെഹറ ഊടുകയാ, സന്തോഷം പോയി. ഉസ്നെ ഉത്തർ ദിയ മാ ബിഗടേ, അവൻ പറഞ്ഞു അമ്മ വഴക്ക് പറയുന്നു പറയും. ഈ സുത്തറിനെ ദിലീപ് ദ്രവിത് ഹോ ഗയാ. और बोला क्या पैसे माँ को देगा. ബച്ചേനെ ആമി ഭരി. അപ്പൊ ഇവൻ ചോദിക്കും, ദിലീപ് ചോദിക്കും കാശ് അമ്മയ്ക്കാണ് കൊടുക്കുന്നത്. അപ്പൊ അവൻ പറയും ആന്ന് പറയും, തല നിൽക്കിട്ട്. ദിലീപിന്റെ അച്ഛ സബ് ദേദോ, എന്നാ എല്ലാം തരാൻ പറയും. ലड़के व्यस्तता देख दिलीप ने अपना रुमाल निकाल कर दे दिया और പക്കോടെ ഉസ്മേ ബന്ധവാ ദിയ. അപ്പൊ അവന്റെ ഇതെല്ലാം കണ്ട് കടലാസ് വേറെ പൊതിയുന്നില്ല, ഇവന്റെ പോക്കറ്റിൽ നിന്ന് ഒരു റുമാൽ എന്ന് പറയുമ്പോൾ ടവൽ എടുത്ത് കൊടുത്തിട്ട് ആ പക്കോട അതിനകത്ത് കെട്ടിത്തരാൻ പറയും. 8 पैसे का कोमचा बेचने जो इस सर्दी में निकला है उसे घर की क्या അവസ്ഥ. 8 പൈസക്ക് വേണ്ടിയിട്ട് ഈ കൊച്ചു വിൽക്കാനാണ്. അപ്പൊ അവന്റെ വീട്ടിൽ എന്തായിരിക്കും, ഉസ്കെ ഘർ की, അവന്റെ വീട്ടിലെ की क्या होगी, क्या അവസ്ഥ होगी, എന്തായിരിക്കും അവസ്ഥ. യാ സോച്ച്കർ ദിലീപ് സിഹാർ ഉഠ. അപ്പൊ അവനത് ആലോചിച്ചു വിഷമമായി. 8 പൈസക്ക് വേണ്ടി ഇത്രയും തണുപ്പത്ത് ഈ കൊച്ചു വന്നിരിക്കുന്നത്. ഉസ്നെ ജേബ് സെ 1 रुपया निकाला और लड़के की थाली में डाल दिया. उसने जेब से, അവൻ പോക്കറ്റിൽ നിന്ന് 1 रुपया निकाला, 1 രൂപ എടുത്തിട്ട് उसके थाली में डाल दिया. रुपए की खनखनाहट से वह सुनसान रात गूंज उठा. 1 രൂപ എടുത്ത് ഇട്ടപ്പത്തെ ആ ഒച്ച, റുപ്പയ്ക്ക് ഖൻഖനാട്ട് എന്ന് പറയുമ്പോ നമ്മുടെ ചെപ്പനത്തൊക്കെ ചില്ലറ പൈസ കിലുങ്ങുമ്പോൾ ഒരു ഒച്ചയില്ല, ആ ഖൻഖനാട്ട് കൊണ്ട് സുൻസാൻ രാത്, ഈ സുൻസാൻ വഴിയല്ല, അപ്പൊ സൈലൻസിന് ഈ വഴി മുഴുവൻ ആ പൈസയുടെ അങ്ങ് ഒച്ച വന്നു. രാത് ഗൂഞ്ചൂട്ടി. ആവാജ് ഗൂഞ്ചന എന്ന് പറയുമ്പോ ഇക്കോ വരില്ലേ നമ്മൾ സംസാരിക്കുമ്പോ, അതിനാ പറയുന്നത്. അപ്പൊ റുപ്പയ്ക്കൊത്തേക്ക് ലड़के കാ മേരെ പാസ് തോ പൈസേ നഹീ ഹൈ. അപ്പൊ കൊച്ചു പറയും എന്റെ കാശ് ഇനി ചില്ലറില്ലല്ലോ എന്ന് പറയും. ദിലീപിനെ പൂച്ച तेरा घर कहाँ है, പറയും നിന്റെ വീട് എവിടെയാ. പാസ് ഹി ഗലി में, അടുത്തെന്ന്. लड़के ने जवाब दिया. दिलीप के मन में उसका घर देखने का कौतूहल जाग उठा. बोला चलो मुझे भी उधर से ही जाना है, रास्ते में तुम्हारे घर से पैसा लेगा. അപ്പൊ പറയും അവനെന്തായിരുന്നു, ലड़के ദിലീപ് के मन में उसका घर देखने का, അപ്പൊ ദിലീപിന്റെ മനസ്സിൽ ഒരു വീട് കാണാനുള്ള ഒരു ആകാംക്ഷയായിരുന്നു, കൗതൂഹലായിരുന്നു. കൗതൂഹൽ എന്ന് പറയുമ്പോ ഒരു ഇതായിരുന്നു, ആകാംക്ഷയായിരുന്നു. ബോലാ ചലോ മുझे भी उधर से ही जाना, എനിക്ക് അവിടെ നിന്ന് തന്നെ പോണ്ടത്.
रास्ते में तुम्हारे घर से पैसे ले लूंगा വഴിയിൽ ഞാൻ നിന്റെ വീട്ടിൽ നിന്ന് ബാക്കി ചില്ലറ മേടിച്ചോളാന്ന് പറയും. ബച്ചനെ घबराकर कहा पैसे तो घर पर भी नहीं ना होंगे. അപ്പൊ കൊച്ചു പേടിച്ചിട്ട് പറഞ്ഞു എന്റെ വീട്ടിലും ചേഞ്ച് ഉണ്ടാവില്ല, പൈസ ഉണ്ടാവില്ല എന്ന്. ദിലീപ് സുൻകർ സിഹാർ ഉഠ परंतु उत्तर दिया होंगे तुम चलो. അപ്പൊ ദിലീപിന് ഒരു വിഷമം തോന്നി, എന്നാലും പറഞ്ഞു കാണും, നീ വാ എന്ന് പറയും. लड़का खाली थाली को छाती से चिपटा आगे आगे चला और उसके पीछे पीछे बाईसाइकिल को थामे ദിലീപ്. അപ്പൊ ലടക്ക ഖാലി താലിയെല്ലാം വിറ്റുപോയില്ല. അപ്പൊ കാലി പ്ലേറ്റ് നെഞ്ചോട് ഛാത്തീസെ ചിപ്ട ആകെ ആകെ ചല, നെഞ്ചോട് ചേർത്ത് വെച്ചിട്ട് ചിപ്പട്ടണ എന്ന് പറഞ്ഞാൽ അങ്ങനെ ചേർത്ത് വെക്കാം. ആകെ ആകെ ചല, മുന്നോട്ട് നടന്നു. പീछे ഇവന്റെ സൈക്കിളിലും. ദിലീപ് ने पूछा तेरे बाप क्या करते, നിന്റെ അച്ഛൻ എന്താ ചെയ്യുന്നത്? ലड़के ने उत्तर दिया बाप मर गया, അച്ഛൻ മരിച്ചുപോയി. ദിലീപ് ചുപ് रहा. ദിലീപ് കുറച്ച് നേരത്തേക്ക് സൈലന്റ് ആയി. കുछ और दूर जाने उसने पूछा, കുറച്ച് ദൂരം കഴിഞ്ഞ് അവൻ രണ്ടാമത് ചോദിച്ചു तुम्हारी माँ क्या करती, നിന്റെ അമ്മ എന്താ ചെയ്യുന്നത്? लड़के ने उत्तर दिया, ആ ചെറുക്കൻ പറഞ്ഞു മായെ ബാബു के यहाँ चौका बर्तन करती है. ബാബു ने हटा दिया. അപ്പൊ മാ ഒരു വീട്ടില് ചോക്ക ബർത്തൻ ചെയ്യുമായിരുന്നു, പാത്രം കഴുകുമായിരുന്നു, അടിച്ചു വാരി തുടച്ച് പാത്രം കഴുകുന്നില്ല, ചോക്ക ബർത്തൻ ചെയ്യുമായിരുന്നു. പക്ഷെ ഇപ്പൊ ആ മനുഷ്യൻ ബാബുനെ ഹട്ടാതി, ഇപ്പൊ മാറ്റി. ഇതിനെ പൂച്ച ക്യൂ ഹട്ടാതിയ, അപ്പൊ എന്തിനാ മാറ്റി ചോദിക്കും ആ പെണ്ണിന് അതിന്റെ അമ്മേനെ ജോലിന്ന്. ലड़के ने जवाब दिया, ചെറുക്കൻ പറയും माँ 2.5 रुपया महीना लेती थी. जगतू की माँ ने बाबू से कहा कि वह 2 रुपये से सब काम कर देगी. അപ്പൊ ഇവന്റെ അമ്മ എന്നായിരുന്നു 2.5 रुपया महीना लेती थी. ഇവന്റെ അമ്മ 2.5 പൈസയായിരുന്നു. 2.5 എന്ന് പറയുമ്പോൾ दो के बाद 2.5, 1, 1.5, 2, 2.5. 2.5 रुपये എന്ന് പറയുമ്പോൾ 2.5 रुपये ആയിരുന്നു വാങ്ങിച്ചിരുന്നത്, 2.5 വാങ്ങിച്ചായിരുന്നത്. അപ്പൊ ജഗത്തൂക്കി മാ എന്ന് പറഞ്ഞൊരു കുട്ടീനെ ബാബുവോട് പറഞ്ഞു, ബാബു സെ കഹാക്കി അവര് 2 രൂപയ്ക്ക് പണി ചെയ്തു തരാന്ന്. അപ്പൊ ഇസ്ലേ ബാബു ഘർവാലി ने माँ को हटाकर इसलिए बाबू की घरवाली. അപ്പൊ അത് കാരണം ഈ ബാബുവിന്റെ വീട്ടിലെ പെമ്പർനോത്തിനെ പറഞ്ഞത് ബാബു की घरवाली മാനെ ഇവന്റെ അമ്മേനെ മാറ്റിയിട്ട് ജഗത്തുവിന്റെ അമ്മേനെ വെച്ചു. കാരണം 50 പൈസ അവിടെ കുറച്ച് കൊടുത്താൽ മതി. ദിലീപ് फिर चुप हो गया. ദിലീപ് പിന്നെയും മിണ്ടാതിരുന്നു. लड़का नंगे पैर गली के कीचड़ में चप चप करता चल रहा था. लड़का നംഗേ पैर എന്ന് പറയുമ്പോൾ ചെരുപ്പില്ലാണ്ട് പറയുന്ന നംഗേ पैर ഗലിയിലെ ആ ചെളിക്കകത്ത് കീച്ചടിനകത്ത് ചപ്പ ചപ്പ എന്ന് പറഞ്ഞ് നടക്കുമായിരുന്നു. കാരണം പിള്ളേർ അങ്ങനെയാണല്ലോ നടക്കുക. ദിലീപ് को कीचड़ से बचकर चलने से असुविधा हो रही थी. ദിലീപിനാണെങ്കിൽ ചെളിയിൽ തൊട്ടാണ്ട് നടക്കാൻ പറ്റുണ്ടായിരുന്നില്ല. लड़के की चाल की गति को कम करने के लिए दिलीप ने फिर प्रश्न किया. അപ്പൊ लड़के की चाल की गति, അപ്പൊ ലടക്കയുടെ ചാലിന്റെ ഗതി എന്ന് പറയുമ്പോൾ സ്പീഡ്, നടക്കണതിന്റെ സ്പീഡ് കുറയ്ക്കാൻ വേണ്ടി ദിലീപ് പിന്നെ ഒരു പ്രശ്നം ചോദിച്ചു. ഫിർ ഏക് പ്രശ്നം പൂച്ച. എന്തായിരുന്നു പ്രശ്നം ചോദിച്ചേ? തുംഹേ ജാടാ നഹീ മാലൂം ഹോത്താ, നിനക്ക് തണുപ്പ് മനസ്സിലാവുന്നില്ലേ ചോദിക്കും, തണുപ്പടിക്കുന്നില്ലേ എന്ന അർത്ഥത്തിൽ. लड़के ने शरीर को गर्म करने के लिए चाल को और तेज करते हुए उत्तर दिया नहीं. അപ്പൊ ചെറുക്കൻ ശരീരത്തെ ചൂട് കൂടാൻ വേണ്ടി കുറച്ചും കൂടി തേജ് നടക്കാൻ തുടങ്ങിയിട്ട് പറഞ്ഞു ഇല്ല എന്ന് പറയും. ദിലീപിനെ ഫിർ പ്രശ്നിക്കുക. ദിലീപ് പിന്നെ ചോദിച്ചു ജഗ്തു की माँ क्या करती, ജഗ്തുവിന്റെ അമ്മ എന്താ ചെയ്യണേ? लड़के ने जगतू की माँ स्कूल में लड़कियों को घर से बुला लाती है. स्कूल वालों ने लड़कियों को घर से लाने के लिए मोटर रख ली है और उसे निकाल दिया है. അപ്പൊ ജഗത്തുവിന്റെ അമ്മ എന്താ ചെയ്തത്? ഈ ജഗത്തുവിന്റെ അമ്മ സ്കൂൾ സെ ലड़कियों को घर से बुला लाती थी. അപ്പൊ ജഗത്തുവിന്റെ അമ്മയായിരുന്നു സ്കൂൾ മേ ലड़कियों को घर से बुला लाती थी. സ്കൂളിലേക്ക് കൊണ്ടുപോകുമായിരുന്നു ഈ വീട്ടിലെ പെൺകുട്ടികളെ എല്ലാം കൊണ്ടുപോയിട്ട്. പക്ഷെ സ്കൂളുകാരെന്ത് ചെയ്തു? ലड़कियों को घर से लाने के लिए ഒരു മോട്ടർ റഖ്ലിയ, ഒരു ബസ് വെച്ചു, അല്ലെങ്കിൽ ഒരു വണ്ടി വെച്ചു. അപ്പൊ ആ ജഗത്തുവിന്റെ അമ്മയുടെ ജോലി പോയി എന്നാണ് പറഞ്ഞു വരുന്നത്. गली के मुहाने पर कमेटी किया बिजली का लैंप जल रहा था. അപ്പൊ അവിടെ ഒരു ഈ ചെറിയ വഴി ഇടവഴിയാണ്, ഗലിയില് ഒരു ചെറിയ ലാമ്പ് കത്തുന്നുണ്ടായിരുന്നു. ऊपर की मंजिल की खिड़कियों से भी गली में कुछ प्रकाश पड़ रहा था. ऊपर की मंजिलों की, അപ്പൊ രണ്ടാം നിലയിലൊക്കെ വീടുകളുടെ വെളിച്ചത്തിൽ നിന്നും ഈ ഗലിയിലേക്ക് പ്രകാശം വരുന്നുണ്ടായിരുന്നു. प्रकाश पड़ रहा था. उससे गली का कीचड़ चमककर किसी कदर मार्ग दिखाई दे रहा था. അപ്പൊ ഈ വീടുകളിലെ ലൈറ്റ് എല്ലാം കാരണം ഗലിയിലെ കീച്ചട് കാണാനുണ്ടായിരുന്നു, തിളങ്ങുമായിരുന്നു വെളിച്ചത്ത്. അപ്പൊ ഈ വഴിയിലെ ചെളിയൊക്കെ കാണാനുണ്ടായിരുന്നു. सकरी गली में एक बड़ी खिड़की के आकार का दरवाजा खुला था. उसका धुंधला लाल सा प्रकाश सामने पुरानी ईंटों की दीवार पर पड़ रहा था. इसी दरवाजे में लड़का चला गया. അപ്പൊ गली में एक बड़ी खिड़की के
आकार का दरवाजा खुला ഒരു വലിയൊരു വാതിൽ പോലത്തെ അങ്ങനെ ജനലവാതിൽ പോലത്തെ ഒരെണ്ണം തുറന്നിരിക്കുന്നുണ്ടായിരുന്നു. ഉസ്ക ധുന്ധല ലാൽ പ്രകാശ്, അതിന്റെ ഒരു ചെറിയ ഒരു ധുന്ധല എന്ന് പറഞ്ഞാൽ ഈ ബ്ലേഡ് പോലെ ഇങ്ങനെ ഒരു ചെറിയ ഒരു ചുവന്ന പ്രകാശം ഒരു പഴയ ഇഷ്ടിയുടെ മതിലിലേക്ക് അതിന്റെ ഒരു ചെറിയ വെട്ടം വരുന്നുണ്ടായിരുന്നു. ആ വാതിലിലേക്ക് ആ ചെറുക്കൻ കടന്നുപോയി. അപ്പോൾ ദർവാജയെ ലടക്കാ ചലാ ഗയാ. दिलीप ने झाँक कर देखा. दिलीप एत्ती नोकी. मुश्किल से आदमी के कद की ऊंचाई की कोठरी में जैसे प्राय शहरों में ईंधन रखने के लिए बनी रहती है. അപ്പോൾ ദിലീപ് എത്തി നോക്കിയപ്പോൾ മുഷ്കിൽ സെ ആദ്മിക്ക് ഒരാളുടെ ഉയരത്തിനകത്തുള്ള ഒരു കോഠരിയാണ്. നമ്മൾ ഒരാളുടെ ഉയരം വരെയുള്ള ഇഷ്ടിയ ജैसे प्राय शहरों में ईंधन रखने के लिए की जाती. അപ്പോൾ ഇങ്ങനെ സാധനങ്ങളൊക്കെ അട്ടി വെക്കാൻ വേണ്ടി വെക്കുന്ന പോലത്തെ അത്ര ഉയരണ്ടായിരുന്നു. ധുവാ ഉഗൽത്തി മിट्टी के तेल की एक डिबरी अपना धुंधला लाल प्रकाश फैला रही थी. അപ്പോൾ ധുവാ ഉഗൽത്തി പുക വന്നിരുന്ന മിട്ടിയുടെ മണ്ണെണ്ണ വിളക്കിനെ പറയാ മിट्टी के तेल की एक डिबरी. അപ്പൊ അവിടെ കത്തുന്നുണ്ട്, അതിന്റെ ഒരു ചെറിയ പ്രകാശം വരുന്നുണ്ട്. एक छोटी चारपाई ഒരു ചെറിയ കട്ടില്. जैसे कि श्राद्ध में महाब्राह्मणों को दान दी जाती है. ഒരു ചെറിയ കട്ടില് ശ്രാദ്ധിന്റെ സമയത്ത് ബ്രാഹ്മണന് ദാനം കൊടുക്കുന്ന ചെറിയ കട്ടില്. കാലി ദീവാർ കെ സഹാരെ ഖടി थी. അപ്പോ ഒരു മതിലേൽ ഇങ്ങനെ ചാരി വെച്ചേക്കായിരുന്നു. उसके पाए से दो एक മേലെ കപ്പടെ ലട്ടक रहे थे. അപ്പോ ഉസ്കെ പായസ് എന്ന് പറയുമ്പോൾ ഈ കട്ടില് ഇങ്ങനെ ചാരി വെച്ചേക്ക, കട്ടിലിന്റെ കാലിനെ പറയില്ലേ, കട്ടിലിന്റെ കാല് അവിടെ ദോ ഏക് ദോ മേലെ കപ്പടെ ഒന്നോ രണ്ടോ ഇങ്ങനെ ചെളി പിടിച്ച തുണി ഇങ്ങനെ തൂങ്ങി കിടക്കണ്ടായിരുന്നു എന്ന് പറയും. एक क्षणकाय आधी उम्र की स्त्री मैली सी धोती में शरीर लपेटे बैठी थी. അപ്പൊ ഒരു സ്ത്രീ അവിടെ അങ്ങനെ ചെളി പിടിച്ചല്ലെങ്കിൽ വൃത്തിയില്ലാത്തൊരു വസ്ത്രത്തിൽ ഇങ്ങനെ ശരീരത്തെ ഇങ്ങനെ പൊതിഞ്ഞ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. ബേട്ടേക്കു ദേഖ് സ്ത്രീനെ പൂച്ച സൗദാ ബിക് ഗയാ. ബേട്ടേനെ കണ്ടിട്ട് സ്ത്രീ ചോദിച്ചു, സൗദാ ബിക് ഗയാ ബേട്ടാ, ചലോ അയ്യോ പോയോ ചോദിക്കും സാധനങ്ങൾ. ലടക്കേനെ ഉത്തർ ദിയ. ലടക്ക പറഞ്ഞു, ആ മാ और रुपया माँ के हाथ में देकर बाकी पैसे बाबू को देना है. അപ്പൊ അവൻ പറയും ഹാ മാന്ന് പറഞ്ഞിട്ട് ഈ റുപ്യ മാക്കെ ഹാത്ത് അമ്മയുടെ കൈ കൊടുത്തിട്ട് പറയും ബാക്കി പൈസ ദേന, ബാക്കി കാശ് തിരിച്ചു കൊടുക്കണം എന്ന് പറയും. റുപ്യ ഹാത്ത് में ले. മാനെ വിസ്മയ से पूछा कौन बाबू बेटा. അപ്പൊ അമ്മ കയ്യിൽ കാശ് കൊടുത്തിട്ട് ആശ്ചര്യമായിട്ട് ചോദിക്കും ഏത് ബാബുവാണ് ചോദിക്കും. ബച്ചേനെ ഉത്സാഹ കഹ സൈക്കിൾ വാലെ ബാബുനെ സബ് സൗദാ ലിയ. അപ്പൊ കുട്ടി പറയും ആ സൈക്കിളിൽ വരുന്ന ആ ബാബു എന്ന് പറയുമ്പോ ഒരു യുവാവിനെ പറയുന്ന ബാബുവാണ് ആ മുഴുവൻ സാധനം മേടിച്ചെന്ന് പറയും, കച്ചവടം നടത്തിയെന്ന്. ഉസ്കെ പാസ് ചുട്ടേ പൈസ നെയ്യ്. അവന്റെ കയ്യില് ചില്ലറ പൈസ ഇല്ല, ചുട്ട പൈസ ചില്ലറ പൈസ ഇല്ല. ബാബു ഗലീമേ ഖട. ബാബു അവിടെ ഗലിയിൽ നിപ്പുണ്ടെന്ന് പറയും. घबराकर माँ बोली. പേടിച്ചിട്ട് പറഞ്ഞു റുപ്പയെ पैसे कहाँ मिलेंगे बच्चा. അപ്പൊ ഒരു രൂപയ്ക്കുള്ള ചില്ലറ എവിടെ കിട്ടും ചോദിക്കും. सिर के कपड़े को संभाल. दिलीप को सुनने के अभिप्राय से माँ ने कहा बेटा रुपया बाबूजी को लौटाकर घर का पता पूछ लो, पैसे कल ले लेना. അപ്പൊ सिर के कपड़े को संभाल. തലയിൽ ഇവരെപ്പോഴും തുണിയിടും. അപ്പൊ ആ തലയിൽ ആ ഇത് ഇട്ടിട്ട് ദിലീപ് കോ സുനാനെ കെ അഭിപ്രായ സെ മാ ഉറക്ക ഇങ്ങനെ വർത്താനം പറയണ പോലെ പറഞ്ഞു. മാനെ കഹ മാ മോനോട് പറഞ്ഞു ബേട്ട റുപ്യ ബാബുജിക്ക് കൊടുത്തോളാൻ പറയും. ലോട്ടാക്കർ ഘർ പൂച്ചിലേന. വീടിന്റെ അഡ്രസ്സ് ചോദിക്ക്. പൈസ കല്ലില്ല, കാശ് നീ നാളെ വാങ്ങിച്ചോളാൻ പറയും. ലടക്ക റുപ്യ ലേ ദിലീപ് ലോട്ടാനെ ആയ. ചെറുക്കൻ കാശ് എടുത്തിട്ട് ദിലീപിന് തിരിച്ചു കൊടുക്കാൻ വന്നു. ദിലീപ് ने ऊंचे स्वर से ताकि माँ सुन ले कहा रहने दो रुपया कोई परवाह नहीं फिर आ जाएगा. അപ്പൊ അവൻ പറയും, അവൻ ഉറക്ക അമ്മ കേൾക്കണ പോലെ പറയും रहने दो रुपया, ഒരു രൂപ അവിടെ നിങ്ങളുടെ ഇല്ലനെ ഇരുന്നോട്ടെ, ഫിർ ആ ജായേഗ, പിന്നെ കാശ് വരും, ഒരു ടെൻഷനും ഇല്ല എന്ന് പറയും. कोई परवाह नहीं, ഒരു ടെൻഷൻ അടിക്കണ്ട, പിന്നെ കാശ് പിന്നെ ഫിർ ആ ജായേഗ എന്ന് പറയും. सर के कपड़े को आगे खींच स्त्री ने कहा नहीं जी आप रुपये लेते जाइए, बच्चा पैसे कल आ जाएगा. അപ്പൊ സർക്ക കപ്പട ആകെ ഖീസ്തേ ഉള്ളൂ. അപ്പൊ അവര് മുഖം ആണുങ്ങളുടെ മുമ്പിൽ കാണിക്കില്ല. അപ്പൊ അവര് ഈ പർദ്ദ പോലെ സാരി മുന്നോട്ട് വലിച്ചിട്ട് പറയും നെഹി ഇല്ല, ആ റുപ്യ നിങ്ങൾ ഒരു രൂപ കാശ് കൊണ്ടുപോക്കോ, ചെറുക്കൻ നാളെ വന്ന് കാശ് മേടിച്ചോളൂ എന്ന് പറയും. दिलीप ने शर्माते हुए कहा रहने दीजिए, यह पैसा मेरी तरफ से बच्चे को मिठाई खाने के लिए रहने दीजिए. അപ്പൊ പറയും ദിലീപ് ഇങ്ങനെ നാണത്തോടെ പറയും സാരമില്ല, ഈ കാശ്
मेरी तरफ से എൻ്റെ വക കുട്ടിക്ക് बच्चों को मिठाई വാങ്ങിച്ചു കൊടുക്കാൻ പറയും, കുട്ടിക്ക് മധുരം വാങ്ങിച്ചു കൊടുക്കാൻ പറയും. സ്ത്രീ नहीं नहीं करती रह गई दिलीप अंधेरे में पीछे हट गया. അപ്പൊ സ്ത്രീ ഇങ്ങനെ അല്ല 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 എന്ന് പറയുമ്പോഴേക്കും അവൻ ഇരുട്ടത്ത് അങ്ങ് ബാക്കിലേക്ക് പോയി. സ്ത്രീ के मुरझाए कोहलाए पीले चेहरे पर कृतज्ञता और प्रसन्नता की झलक छा गई. അപ്പൊ അവന്റെ ഈ വിഷമിച്ച സ്ത്രീയുടെ ഈ മുർജായ കുഹലായെ പീലെ ചെഹറേപ്പർ ഒരു എന്താ പറയുന്നത്, സന്തോഷമില്ലാണ്ട് വിഷമിച്ചിരിക്കുന്ന വാടിയിരിക്കുന്ന മുഖത്ത് ഒരു കൃതജ്ഞതയും ഒരു സന്തോഷവും പ്രസന്നതയും എല്ലാം വന്നു. रुपया आधी चादर की कूट में बांध एक ईंट पर रखे पीतल के लोटे के बांह के इशारे से पानी ले उसने हाथ धो लिया और पीतल के एक बर्तन के नीचे से मैले अंगोछे में लिपटी 2 रोटियां निकाली, बेटे का हाथ धुला, उसे खाने को दी. അപ്പൊ എന്താ ചെയ്ത അമ്മ, रुपया अपनी चादर की खूट में बांधा. അപ്പൊ ബെഡ്ഷീറ്റിന്റെ മൂലയില് കെട്ടിട്ടു ഈ 1 രൂപ ചില്ലറ. നമ്മളിങ്ങനെ സൈഡിൽ സാരിയുടെ സൈഡിലൊക്കെ കെട്ടിയിട്ടില്ല, അങ്ങനെ കെട്ടിയിട്ടിട്ട് एक ईंट पर रखे पीतल के लोटे का मुंह के इशारों से पानी ले ने हाथ धो लिया. അപ്പോൾ एक ईंट पर रखे ഒരു ഇഷ്ടിയുടെ മുകളിൽ ഒരു പീത്തലിന്റെ പ്ലേറ്റ് ലോട്ട ഉണ്ടായിരുന്നു. പീത്തൽ എന്ന് പറയുമ്പോൾ നമ്മുടെ പിച്ചളയുടെ ഒരു പാത്രം ഉണ്ടായിരുന്നു, ഒരു ഇങ്ങനെ നമ്മുടെ ഈ വെള്ളം കുടിക്കുന്ന പാത്രത്തിന്റെ പറയാം ലോട്ടയുടെ. അതിന്റെ അവിടുന്ന് ഹാത്ത് ധോക്കർ അതിന്റെ അതിൽ എടുത്ത് വെള്ളം എടുത്ത് കഴിഞ്ഞാൽ കൈ കഴുകിയിട്ട് പീത്തൽ കെ ബർത്തൻ കെ നീച്ചെ സെ മേലി അങ്കൊച്ചെ മേ ലിപ്പേഡ്, ആ പീത്തലിന്റെ ബർത്തന്റെ താഴെ നിന്ന് ഒരു മേലെ അങ്കോച്ചെ മേ ലിപ്റ്റി. അപ്പൊ മേല അങ്കോച്ച എന്ന് പറയുമ്പോൾ പാവപ്പെട്ട ഒരു ആൾക്കാരെ, അല്ലാണ്ട് വൃത്തി വെടുപ്പില്ല എന്നുള്ള അർത്ഥത്തില ഇതല്ല പറയുന്നത്. മേല അങ്കോച്ച എന്ന് പറഞ്ഞാൽ അവർ അത്രയും പാവങ്ങളാണ്, അവർക്ക് തുണി കഴുകി വൃത്തിയാക്കി അങ്ങനെ വെക്കാൻ അവർക്ക് കഴിവില്ല. അതുകൊണ്ട് ഒരു ചെറിയ ഒരു പഴന്തുണി എന്നുള്ള ഒരു അർത്ഥത്തിൽ പഴന്തുണിക്കകത്ത് 2 റൊട്ടി ഉണ്ടായിരുന്നു, അത് എടുത്തിട്ട് ബേട്ടെ കാ ഹാത്ത് ധുലാഉസെ ഖാന കോ ദേ ദിയ. അപ്പൊ ബേട്ടെ കാ ഹാത്ത് ധുലാക്കെ എന്റെ മോന്റെ കൈ കഴിച്ച് അതിന് കഴിക്കാൻ കൊടുത്തു. बेटा तुरंत ही कमाई से पुलकित हो रहा था, मुंह बना का सूखी रोटी. അപ്പൊ ബേട്ട തുരന്ത് കമായി സെ, കമായി എന്ന് പറയുമ്പോൾ അവര് കിട്ടിയ കാശിനകത്ത് ഭയങ്കര സന്തോഷത്തിലായിരുന്നു. അപ്പൊ പറയും ഉണക്ക റൊട്ടിയോ ചോദിക്കും. മാനെ പുച്കാക്കർ കഹ നമക് ഡാലാ ഹുവാ ഹെ ബേട്ട എന്ന് പറയും. അപ്പൊ അമ്മ പറയും റൊട്ടിക്കകത്ത് ഉപ്പ് ഇട്ടിട്ടുണ്ടെന്ന്. बच्चे ने रोटी जमीन पर डाल दी और ऐट गया. सुबह भी रूखी रोटी, हाँ रोज रोज रूखी. അപ്പൊ ബച്ചേനെ റൊട്ടി ജമീൻ പർ ഡാൽ ദി. കൊച്ച റൊട്ടി ജമീനത്തിട്ട് പറഞ്ഞു സുബ രാവിലെ ഉണക്ക റൊട്ടിയായിരുന്നു, ഹാ ഹാ റോസ് റൂക്കി എന്നെന്നും ഈ ഉണക്കാന്ന് പറഞ്ഞിട്ട്. हाथ आंखों पर रख बच्चा मुंह फैलाकर रोना ही भी चाहता था. माँ ने उसे गोद में खींच लिया और कहा मेरा राजा बेटा सुबह जरूर दाल खिलाऊंगी. അപ്പോൾ हाथ आंखों पर रख बच्चा मुंह फैलाकर रोना ही चाहता था. കൈ കണ്ണെ വെച്ചിട്ട് അവന് ഉറക്ക കരയണമെന്നുണ്ടായിരുന്നു. അപ്പോഴേക്കും അവന്റെ അമ്മ അവനെ പിടിച്ച് മടിയിലിരുത്തി. ഗോതമേ മെട്ട ഖീച്ചിലിയ എന്ന് പറയുമ്പോൾ ഗോതം എന്ന് പറയുമ്പോൾ മടിയിലേക്ക് വലിച്ചിട്ട് പറഞ്ഞു മേരെ രാജാ ബേട്ട, എന്റെ എല്ലാ മോനല്ലേ, കൽ ജറൂർ, നാളെ തീർച്ചയായിട്ടും ദാൽ തരാന്ന് പറയും. ദേഖ് ബാബു തെരെ ലിയെ റുപ്പിയ ദേ ദിയാ ഹെ. അപ്പൊ പറയും ആ ബാബു 1 രൂപ തന്നിട്ടുണ്ട്, നമുക്ക് നാളെ പരിപ്പുണ്ടാക്കി റൊട്ടി കഴിക്കാന്ന് പറയും. ഷാബാസ് എന്ന് പറഞ്ഞിട്ട് അവന് നല്ലത് പറയും. സുബഹ मैं तुझे खूब सौदा बना दूंगी फिर तू रोज दाल खाना. അപ്പൊ രാവിലെ എന്നും ഇങ്ങനെ ഉണ്ടാക്കി തരാം നീ, അപ്പൊ അത് എന്നും വെക്കുമ്പോ നിനക്ക് കുറെ പരിപ്പ് കഴിക്കാന്ന് പറയും. ബേട്ട റീച്ച് ഗയാ. ഉസ്നെ പൂച്ച മാ തൂനെ റൊട്ടി ഖാലി. അപ്പൊ അവൻ ചോദിക്കും എന്റെ അമ്മോട്, അമ്മ റൊട്ടി കഴിച്ചോ ചോദിക്കും. खाली अंगोछे को तहाते हुए माँ ने उत्तर दिया हाँ बेटा अब मुझे भूख नहीं, तू खा ले. അപ്പൊ ഈ അങ്കോച്ച എന്ന് പറയുമ്പോ ഈ തോർത്തൊക്കെ പറയണെങ്കിൽ ആ തുണിക്ക് അത് റൊട്ടി വെച്ചിട്ടുണ്ടായിരുന്നില്ല, അതിനകത്ത് ആ കാലി തുണി നോക്കിയിട്ട് പറയും ഞാൻ കഴിച്ചു, അബ് മുझे भूख नहीं, എനിക്ക് വിശപ്പില്ല, നീ കഴിച്ചോളാൻ പറയും. भूखी माँ का बेटा बचपन के कारण रूठा था परंतु माँ की बात के बावजूद घर की हालत से परिचित था. അപ്പൊ ഭൂക്കി മാ കാ ബേട്ട, അവന് വിശക്കുന്ന അമ്മയുടെ മോനാണ്, പക്ഷെ അവന് ബച്പൻ കെ कारण रूठा था.
അപ്പൊ അവന്റെ ഈ കൊച്ചു കുഞ്ഞി ഒരു സ്വഭാവം കാരണം അവൻ പെട്ടെന്ന് പണങ്ങിയതാണ്. പക്ഷെ അവന് അറിയായിരുന്നു അവന്റെ ഘർക്കി, അവന്റെ വീടിന്റെ അവസ്ഥ അവന് നന്നായിട്ട് അറിയായിരുന്നു, അവന് പരിചയം ഉണ്ടായിരുന്നു. ഉസ്നെ അനിച്ഛ സെ ഏക് റോട്ടി മാ കി ഓർ ബഢാക്കർ കഹാ ഏക് റോട്ടി തു ഖാ ലെ. അപ്പൊ അവൻ അവന്റെ അമ്മയുടെ കയ്യിലേക്ക് ഒരു റൊട്ടി കൊടുത്തിട്ട് പറഞ്ഞു, ഒരെണ്ണം നീ കഴിച്ചോളാൻ പറഞ്ഞു. മാനെ സ്നേഹ സെ പുഷ്കാർ കർ കഹാ, നാ ബേട്ടാ मैंने सुबह देर से खाई थी, मुझे अभी भूख नहीं है. അപ്പൊ പറയും, വേണ്ട, ഞാൻ നേരെ വൈകിട്ടാ, ഞാൻ രാവിലെ ദേർ സെ ഖായി, നേരെ വൈകിട്ട് കഴിച്ചത് കൊണ്ട് മുझे अभी भूख नहीं है, എനിക്കിപ്പം വിശപ്പില്ല, തൂ ഖാ, നീ കഴിച്ചോളാൻ പറയും. ദിലീപ് കെ ലിയെ ഓർ ദേഖ് സഖന സംഭവ नहीं था. ദിലീപിന് ഇതെല്ലാം നോക്കി നിൽക്കുമായിരുന്നു, ഇനി കാണാൻ അവന് ശക്തിയില്ലായിരുന്നു. ദാത്തോ സെ ഹോട്ട് ദബാവ പീछे हट गया. അപ്പൊ ഇങ്ങനെ ചുണ്ട് കടിച്ചിട്ട് അവൻ ബാക്കിലോട്ട് പോയി. ദാത്തോ സെ ഹോട്ട് ദബാ, വിഷമാവുമ്പോൾ നമ്മൾ കടിച്ചു പിടിച്ച് പോകുന്ന പോലത്തെ അർത്ഥത്തിൽ. मकान पर आकर वह बैठा ही था कि नौकर ने आ दो पत्र पुरुषों के नाम बताकर कहा, आए थे बैठ कर चले. അപ്പൊ മക്കാനില് എത്തുമ്പോഴേക്കും അവന്റെ വീട്ടിലെ പണിക്കാരൻ വന്നു പറഞ്ഞു, രണ്ട് ആണുങ്ങൾ വന്നായിരുന്നു. ആയത്തെ बैठकर चलेगा, വന്നിട്ട് ഇരുന്ന് പോയി എന്ന് പറയും. खाना तैयार होने की सूचना दी, खाना റെഡി എന്ന് പറയും. ദിലീപ് ने उसकी ओर बिना देखे हुए का भूख नहीं है. അപ്പൊ ദിലീപ് അവനെ നോക്കില്ല, പണിക്കാരൻ, എന്നിട്ട് പറയും വിശപ്പില്ല എന്ന് പറയും. उसी समय उसे लड़के की माँ का भूख नहीं कहना याद आ गया. उसी समय उसे लड़के की माँ का भूख नहीं कहना याद आ गया. അപ്പൊ പെട്ടെന്ന് അവന്റെ മനസ്സിൽ ഓർമ്മ വന്നു, അവന്റെ അമ്മ പറഞ്ഞു എനിക്ക് വിശപ്പില്ല മോനെ എന്ന് പറഞ്ഞു. അവന് ഓർമ്മ വന്നു. നൗക്കർ കുച്ച് നാ സംജാ വിസ്മിത് ഖടാ രഹാ. അവന് പണിക്കാരനൊന്നും മനസ്സിലായില്ല, അവൻ അങ്ങനെ ആശ്ചര്യമായിട്ട് അവിടെ നിന്നു. ദിലീപ് നെ ഖീച്ച് കർ കഹാ, ജാओ ജി. അപ്പൊ ദിലീപിന് പെട്ടെന്ന് ദേഷ്യം വന്നു. അപ്പൊ അവൻ പറഞ്ഞു ഇവിടുന്ന് പോവാൻ പറഞ്ഞു, ചോറ് വേണ്ടല്ലോ, എനിക്ക് വിശപ്പില്ല, നീ ഇവിടുന്ന് പോവാൻ പറഞ്ഞു. നമ്മൾ ദേഷ്യത്തെ പറയില്ല അതേപോലെ. मिट्टी के तेल की डिबरी के प्रकाश में देख वह दृश्य उसकी आंखों के सामने से हटना ना चाहता था. അപ്പോ അവൻ ആ മണ്ഡലത്തിലെ ആ ഇരുട്ടത്ത് ഈ കണ്ട കാര്യങ്ങളെല്ലാം, ആ ദൃശ്യമൊന്നും അവന്റെ കൺമുമ്പ് നിന്ന് പോകുന്നില്ലായിരുന്നു. छोटे भाई ने आकर कहा, भाभी ने यह पत्र भेजा है. ചെറിയ അനിയൻ വന്ന് പറയും, ഭാബി എന്ന് പറയുമ്പോൾ ചേട്ടന്റെ ഭാര്യയെ പറഞ്ഞു, ഈ പത്രം അയച്ചിട്ടുണ്ടെന്ന്, ഈ ലെറ്റർ അയച്ചിട്ടുണ്ട്. ആ ലിഫാഫ ദിലീപ് ഓർ ബടാജിയ. ലിഫാഫ എന്ന് പറയുമ്പോൾ കവറ് ദിലീപിന്റെ കയ്യിലേക്ക് കൊടുത്തു. എനിക്ക് ഓർ ബടാന എന്ന് പറയുമ്പോൾ എന്റെ കയ്യിൽ കൊടുത്തു, ചേട്ടന്റെ കയ്യിൽ. ദിലീപിനെ പത്ര കൊല, ദിലീപ് പത്ര തുടങ്ങി. പത്രയ്ക്ക് പഹലി ലൈൻ में लिखा था, പത്രത്തിന്റെ ആദ്യത്തെ ലൈനിൽ എഴുതിയിട്ടുണ്ടായിരുന്നു, मैं इस जीवन में दुखी ही देखना, मैं इस जीवन में दुख ही देखने को पैदा हुई हूँ. ഞാൻ എനിക്ക് ഈ ജീവിതത്തിൽ ദുഃഖം മാത്രമേ ഉള്ളൂ. ദിലീപ് ने आगे ना पढ़ा, ദിലീപ് മുന്നോട്ട് വായിച്ചില്ല. പത്ര फाड़कर फेंक दिया, പത്ര കീറി കളഞ്ഞു. उसके माथे पर बल पड़ गया, उसके मुंह से निकला, काश तुम जानती दुख किसे कहते हैं. അപ്പൊ അവന് പെട്ടെന്ന് നെറ്റിയില് മാഥേ പർ ബൽ പഠിക്കുന്ന, അവന് ടെൻഷൻ കൊണ്ട് നെറ്റി കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയില്ല. അങ്ങനെ വന്നിട്ട് അവന്റെ വായന്ന് പെട്ടെന്ന് വന്നു, ദിലീപിന്റെ വായന്ന്, കാശ് തും ജാൻതി ദുഃഖ് കിസെ കഹത്തെ ഹൈ, കാശ് നിനക്ക് അറിയാൻ ദുഃഖം എന്തായിരുന്നു, തുമ്ഹാരാ യഹ് റസീല ദുഃഖ് തുമേ നാ മിലെ തോ ജിന്ദഗി ദുബർ ഹോ ജായേ. അപ്പൊ നിനക്ക് ഇങ്ങനത്തെ ചെറിയ ചെറിയ ദുഃഖം കിട്ടില്ലെങ്കിൽ നിന്റെ ജീവിതം ഒന്നുമല്ല എന്ന് പറയും. നിനക്ക് മനസ്സിലാവില്ല ദുഃഖം എന്താണെന്ന്. പെട്ടെന്ന് അവന്റെ വായിന്ന് പറയും, കാശ് തും ജാൻതി ദുഃഖ് കിസെ കഹത്തെ ഹൈ, തുമ്ഹാരാ യഹ് റസീല ദുഃഖ് തുമേ നാ മിലെ തോ ജിന്ദഗി ദുബർ ഹോ ജായേ. അപ്പോ ഇങ്ങനെ നിനക്ക് ഈ വിഷമം കിട്ടിയേ പറ്റുന്നു, അല്ലെങ്കിൽ നിനക്ക് മനസ്സിലാവില്ല എന്താ പറയുന്നത്, ശരിക്കുള്ള ദുഃഖം എന്താന്ന് അവൻ കണ്ടുവരുമായിരുന്നു. ഒരു നേരത്തെ ആഹാരം കിട്ടാൻ വേണ്ടിയിട്ട് അവര് ജീവിക്കുന്നത്, അതാണോ ഏറ്റവും വലിയ ദുഃഖം എന്നുള്ള അർത്ഥത്തില് അവൻ ആ ലെറ്റർ കീറിയിട്ട് അത് കളയും. അതൊരു രസകരമായ ചാപ്റ്റർ ആയിരുന്നു. ഐ ഹോപ്പ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും. अनुवर्ती कार्य, इस ठंडी रात में भी हम ही दो व्यक्ति बाहर है. दोनों के बाहर रहने का विशेष कारण अपने शब्दों में लिखे. അപ്പൊ ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ ഇതിനകത്ത് എഴുതേണ്ടതാണ്. രണ്ടും വിഷമിച്ചിട്ടാണ് പുറത്തു വന്നേക്കുന്നത്. വിഷമം, ഒരാള് ജീവിക്കാൻ വേണ്ടി സാധനം വിട്ടിട്ട് കാശുണ്ടാക്കാൻ വേണ്ടി, രണ്ടുപേർക്കും ഒരു തരമുള്ള ഒരു വിഷമമായിരുന്നു. ഇതൊരു ഡീറ്റെയിൽ നിങ്ങൾക്ക് എഴുതണം. मैं जीवन में दुख ही देखने को पैदा हुई हूँ. दिलीप ने आगे ना पढ़ा, पत्र फाड़कर फेंक दिया. हेमा का दिलीप के नाम का वह पत्र कल्पना करके लिखा. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇതിന്റെ ആകെ നിങ്ങൾക്ക് ആലോചിച്ച് എഴുതണം ഈ ക്വസ്റ്റ്യൻ ആൻസർ. मिट्टी के तेल के डिबरी के प्रकाश में देखा, वह दृश्य उसकी आंखों के सामने से ना हटता था. उसी दिन की दिलीप की डायरी लिखे. बड़ा बच्चे से पेट, माँ की परेशानी, माँ बेटे का प्यार, असली दुख की पहचान और तुलना. എല്ലാം ക്വസ്റ്റ്യൻ ആൻസർ പോലെ എഴുതണമാണ്.
അപ്പോൾ ഐ ഹോപ്പ് നിങ്ങൾക്ക് ഈ ചാപ്റ്റർ ഇഷ്ടപ്പെട്ട് കാണും. ഇതിനകത്ത് ദുഃഖ് ചാപ്റ്ററിലെ വേർഡ്സ് ശബ്ദാർത്ഥം തന്നിട്ടുണ്ട്. വിതൃഷ്ണ ഉദാസീൻ, വിഷമിച്ചിരിക്കുക, ഉദാസായിട്ടിരിക്കുക. ഖീസ്, ഖീസ് എന്ന് പറയുമ്പോൾ നാരാസ്, ദേഷ്യം വരിക. കീച്ച്കർ അപ്പനെ നോക്കറിനോട് പറയില്ല ഇവിടുന്ന് പോകാൻ പറയും. കീച്ചട് എന്ന് പറയുമ്പോൾ പാനി മില മിട്ടി. കീച്ചട് എന്ന് പറയുമ്പോൾ ചെളിയും ചെളീനെ പറയാം, അപ്പൊ വെള്ളവും മണ്ണും കൂടിയാവുന്ന ചെളി. പച്വ, പശ്ചിം പവൻ, പശ്ചിം എന്ന് വരുന്ന കാറ്റിനെയാണ് പറയുന്നത് പച്വ. ടിട്ടുർണ, ടിട്ടുർണ എന്ന് പറയുമ്പോൾ തണുക്ക, വിറയ്ക്ക. ഷഹീദ് എന്ന് പറയുമ്പോൾ മരിച്ചുപോയ ആൾക്കാരെ പറയുന്നത് ഷഹീദ്, ആർമിയോ ഷഹീദായി. നുക്സാൻ എന്ന് പറയുമ്പോൾ നമുക്ക് നഷ്ടം വരുന്നത്. അന്താസ, അനുമാൻ. അന്താസ ലഗാനം എന്ന് പറയുമ്പോൾ ഊഹിക്കുക, ഊഹിച്ചെടുക്കുക. ഷത്തില്യ, തക്കാൻ. തക്കാൻ എന്ന് പറയുമ്പോൾ ഷത്തില്യ എന്ന് പറയുമ്പോൾ മടുത്തു പോവുക, മടുക്കുക. അപ്പൊ പണിയെടുത്ത് നമ്മള് മടുത്തു പോയി എന്ന് പറയുന്നത് തഗ്ഗ. ദായര, കാര്യക്ഷേത്ര. ഒരാളുടെ ദായര എന്ന് പറയുമ്പോൾ ഒരു ലിമിറ്റഡ് ഏരിയ ഉണ്ട്. അപ്പൊ മമ്മിയുടെ ദായര എന്ന് പറയുമ്പോൾ എന്താ, അടക്കള, അടക്കളയിൽ മമ്മി പണിയുന്നത്, അടക്കളത്തെ ആ ഏരിയ മമ്മിയുടെ. പർച്ചായി എന്ന് പറയുമ്പോൾ ഛായ, സായ. പർച്ചായി എന്ന് പറയുമ്പോൾ ഷാഡോ. ടെഹനി എന്ന് പറയുമ്പോൾ ബ്രാഞ്ച്. കൊംചെ വാല, ഘൂംകാർ ഫേരി കർണേ വാല. കൊംചെ വാല എന്ന് പറയുമ്പോൾ ഘൂംകാർ ഫേരി കർണേ വാല, നടന്നിങ്ങനെ വിൽക്കില്ലേ, പപ്പടം വേണോ, ഇത് വേണോ, ഇത് വേണോ വിൽക്കുന്നവര്. സുൻസാൻ എന്ന് പറയുമ്പോൾ നിർജൻ പ്രദേശ്, സൈലന്റ് റോഡ്, ആൾക്കാർ ഇല്ലാത്ത ഒരു വഴി, ഇടവഴിനെ പറയാം. സ്വദാഗർ, സ്വദാഗർ എന്ന് പറയുമ്പോൾ കച്ചവടക്കാരൻ, വ്യാപാരി. ഡിബരി എന്ന് പറയുമ്പോൾ മിട്ടി കെ തേൽക്ക ചോട്ട ദീപ്, മണ്ണെണ്ണ വിളക്ക്. സിക്കുടുന എന്ന് പറയുമ്പോൾ ചുരുണ്ട് കൂടി കിടക്കുക, സിമട്ടറിന ചുരുണ്ട് കൂടുക. നിഗാഹ്, എന്ന് പറയുമ്പോൾ നോട്ടം, ദൃഷ്ടി. തരാജു, തുല്യാൻ. തരാജു എന്ന് പറയുമ്പോൾ തുല്യാൻ. തരാജു എന്ന് പറയുമ്പോൾ നമ്മൾ തൂക്കി നോക്കുന്ന സാധനം, കടയിലൊക്കെ തൂക്കി നോക്കില്ലേ. ടിട്ടക്, സങ്കോച് കർണ. സങ്കോച് കർണ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു സങ്കോച് കർണ, നമുക്ക് പറയാൻ ഒരു ബുദ്ധിമുട്ടുള്ള ഒരു കാര്യത്തിന് പറയുമ്പോൾ ആലോചിച്ച് പറയില്ലേ നമ്മള്, പറയാൻ എങ്ങനെ പറയുന്ന ആലോചിക്കുന്നതിനെ പറയാ സങ്കോച് കർണ. ലാംഘന, ഛലാങ് ലഗാക്കർ പാർക്കണ. ലാംഘന എന്ന് പറയുമ്പോൾ ചാടുക, ചാടി ക്രോസ് ചെയ്യണേന്. അപ്പോൾ ഇസ് തറഫ് സെ ഉസ് തറഫ് ലാംഘന എന്ന് പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് ഇപ്പോൾ നടുക്കിൽ വെള്ളം ഉണ്ടെങ്കിൽ ഒരു കാല് ഈ സൈഡ് മറ്റേ കാല് അപ്പുറത്തെ സൈഡിലേക്ക് വെച്ച് ചാടില്ല, അതിനാണ് പറയുന്നത് ലാംഘന. ഹാമി ഭരണ, ഹാമി എന്ന് പറയുമ്പോൾ യെസ് പറയാ. സ്വീകൃതി എന്ന് പറയുമ്പോൾ യെസ് പറയാ, അക്സെപ്റ്റ് ചെയ്യുക. സിഹർണ, ടിട്ടുർണ. ഖൻഖനാഹട്ട്, ഝൻകാർ, ഒച്ച, വളയുടെ ഒച്ചയോ ലൈറ്റിന്റെ ഒച്ചയോ പൈസയുടെ ഒച്ചയോ അതൊക്കെ. മുഹാനെ, നുക്കട്. നുക്കട് എന്ന് പറയുമ്പോൾ നമ്മുടെ അങ്ങനെ എന്താ പറയുന്നത്, ഒരു കോർണറിനകത്ത്, കോർണർ റോട്ടിലെ ഒരു കോർണറിന് നുക്കടക്കി ഗലീമേ എന്ന് പറയുമ്പോൾ ഇപ്പൊ 4 വശത്തേക്കും ഒരു വഴി ഉണ്ടെങ്കിൽ നടുക്കലത്തെ സ്ഥലമോ അങ്ങനെയൊക്കെ സ്ഥലത്തിന് റോട്ടിലെ നുക്കടല്. മാർക്കറ്റൊക്കെ നിൽക്കുന്ന സ്ഥലത്തിനെ പറയും നുക്കടെന്ന്. സക്കറി, പത്തലി. പത്തലി എന്ന് പറയുമ്പോൾ സ്ലിം ആയിട്ടുള്ള സാധനം. കുഹലാന, മുർജാന, വാടിപ്പൂവ. ഏട്ട്, ഹട്ട് കർണ. ഹട്ട്, ഹട്ട് പറയുക നമ്മൾ ആരെങ്കിലും തിരസ്കരിക്കുന്ന പോലെ. ഏട്ടന, ഹട്ട് കർണ, ഞാൻ ചെയ്യില്ല എന്ന് പറയുന്നത് നമ്മൾ അങ്ങനെ. തഹാന, ടു ഫോൾഡ്, മടക്കുക. തഹ കറക്കി റഖന എന്ന് പറയുമ്പോൾ ബെഡ്ഷീറ്റ് കോ ചാദർ തെഹ കറക്കി റഖോ എന്ന് പറയും. പിന്നെ ബെഡ്ഷീറ്റ് ശരിക്കും മടക്കി വെക്കണേനാ പറയുന്നത് തഹന, തഹാന. അപ്പൊ ടു ഫോൾഡ്. ബനാം വേഴ്സസ്. ഐ ഹോപ്പ് നിങ്ങൾക്ക് ഈ ചാപ്റ്റർ ഇഷ്ടപ്പെട്ട് കാണുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് മൈ ചാനൽ ആൻഡ് please like my channel. Thanks for watching. Thank you.